ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഈവനിങ് ആയപ്പോൾ ഉണ്ടല്ലോ, നല്ല മഴക്കാറും കാറ്റും ഒക്കെ ഇങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്കിങ്ങനെ കാറ്റൊക്കെ വന്നപ്പോൾ നമുക്ക് വല്ലാത്ത ഒരു അകത്ത് അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ളൊരു ത്വരയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ടെറസിൻ്റെ മേലെ ചെന്നപ്പോൾ നല്ല കാറ്റും നല്ല എന്താ പറയുക, നല്ല മഴക്കാറൊക്കെ ഇങ്ങനെ കണ്ട് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിലുള്ള വ്യൂ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാനപ്പോൾ പെട്ടെന്ന് ഒന്ന് ടെറസിൽ നിന്ന് ഇറങ്ങി താഴെ വന്നിട്ട് കണ്ട കാഴ്ചയായിട്ടൊരു ഇതൊരു സൺഡേ വ്ളോഗ് കേട്ടോ. സൺഡേ ഈവനിങ്ങിന് നല്ല മഴയായിരുന്നു. കേരളത്തിലൊട്ടുമിക്ക സ്ഥലങ്ങളിലും മഴ പെയ്തെന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരുടെ ഏരിയയിലൊക്കെ ഇന്നലെ, അതായത് സൺഡേ ഈവനിങ്ങിന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര മഴയാട്ടോ. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ശക്തമായ മഴ. ഈ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകണ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ എന്തോരം മഴ പെയ്തിട്ടുണ്ടെന്ന്. നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ ടൈമിലും ഞാനിപ്പോൾ ഈ ക്യാമറയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും നല്ല ഇടിവെട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. നല്ല ഇടിവെട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇടയ്ക്ക് ഇങ്ങനെ മിന്നലിങ്ങനെ പതിക്കുന്നത്. അത് കറക്റ്റായിട്ട് ക്യാമറയ്ക്കുള്ളിൽ പതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ വെള്ളമൊക്കെ അതേ വന്ന് കനാൽ ഏകദേശം നിറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പണ്ട് ഈ വെള്ളമൊക്കെ ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു. ആ കുഴിയിലേക്ക് വെള്ളം ചാടും. എന്നിട്ട് നേരെ ഈ കനാലിൻ്റെ അടിയിൽ കൂടെ ഒരു ഹോളുണ്ട്. ആ ഹോള് വഴി താഴെ ചെറിയ തോടൊക്കെ ഉണ്ട് കേട്ടോ. ആ തോട് വഴി വെള്ളം പോകുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവിടുത്തെ ആ കുഴി സ്ലാവിട്ട് വാർത്തു കേട്ടോ. അപ്പോൾ അതിന് ശേഷം വരുന്ന വെള്ളമൊക്കെ അതേ നേരെ കനാലിലേക്കാണ് വന്ന് ചാടുന്നത്. അപ്പോൾ ഇത് ടൗണിൽ നിന്ന് ഒരു 50 മീറ്റർ താഴെയാട്ടോ എൻ്റെ വീട് ഉള്ളത്. അപ്പോൾ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വീടുകളൊക്കെ ഉണ്ട്, ആളുകളൊക്കെ താമസിക്കുന്ന ഏരിയയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഒരു ഹൗസിങ് കോളനി അല്ല, റെയറായിട്ട് അവിടെ ഇവിടെയൊക്കെ ഓരോ വീടുകളൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ പക്ക ഒരു നാട്ടൻ പ്രദേശമാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ മഴ ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിച്ചു കേട്ടോ. ഞാൻ കുറേ നേരമായി ഇതേ ക്യാമറയും പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയേക്കണം.
അപ്പോൾ ദേ മഴയുടെ ശക്തി ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ മഴ വരുമ്പോൾ ദേ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കളിക്കാം കേട്ടോ, അങ്ങനെയാണ്. പിന്നെ അതേ ഈ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് 2 വഴിയുണ്ട് കേട്ടോ. അവിടുന്ന് മേലേന്ന് കണ്ട വഴിയും ഈ വഴിയും ഇതുപോലെ ഹൈവേ ടച്ച് ചെയ്യുന്ന വഴി കേട്ടോ. ഇവിടുന്നും 50 മീറ്റർ ഉള്ളൂ, പിന്നെ മറ്റേ വഴി 50 മീറ്റർ ഉള്ളൂ ടൗണിലേക്ക്. രണ്ടും ചെല്ലുന്നത് ഏകദേശം ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ മഴയുടെ ഫോഴ്സൊക്കെ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതേ അകത്തേക്ക് കയറാണ്. പക്ഷേ ചെറുതായിട്ട് ഇടിവെട്ടൊക്കെ ഉണ്ട്. നമ്മളിനി അതേ വെള്ളമൊക്കെ വരുന്നതൊക്കെ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അകത്തേക്ക് കയറിയപ്പോൾ കാറ്റത്ത് എൻ്റെ കുറേ ചട്ടികളൊക്കെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി അകത്തേക്ക് കയറാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.